ന്യൂസ് അവറിൽ ചർച്ച തുടരുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ശ്രീ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ദാറുൽ ഹുദ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹവും എത്തിയിട്ടുണ്ട്. ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതിനിധിയാണ്. അബ്ദുറഹ്മാൻ സഖാഫി, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്തായിരുന്നു? കാരണം മുതിർന്ന കുട്ടികളാണ് ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത് എന്ന് ഇതിന്റെ രക്ഷിതാക്കൾ തന്നെ ആരോപിക്കുന്നുണ്ട്. ഈ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണ് പോലീസും മാനേജ്മെന്റ് അടക്കമുള്ളവർ ശ്രമിക്കുന്നത് എന്നും ആരോപണമുണ്ട്. കേൾക്കുന്നില്ലല്ലോ. താങ്കൾക്ക് കേൾക്കാം എന്ന് വിചാരിക്കുകയാണ്. ഹലോ, മറുപടി പറയാനായോ? ശ്രീ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഈ കേസിൽ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ, ഈ സ്കൂളിലെ മുതിർന്ന കുട്ടികളാണ് ഈ LKG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത് എന്ന് ബന്ധുക്കൾ പറയുന്നു. കുട്ടി അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവരെ രക്ഷിക്കാൻ, യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ആ സ്വാധീനത്തിന് പോലീസും മാനേജ്മെന്റും വഴങ്ങുന്നു എന്നാണ് ആരോപണം. എന്താണ് വിശദീകരിക്കാനുള്ളത്? ഇത് ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതിന് വിരുദ്ധമായി ആ സ്കൂളിൽ പഠിക്കാത്ത, അതിന്റെ അപ്പുറത്ത് അംഗീകാരമുള്ള അഗതി മന്ദിരത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ് പിന്നീട് രണ്ടാമത് മാറ്റിപ്പറഞ്ഞുകൊണ്ട് ഉണ്ടായത്. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥി പീഡിപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥിയും, വിദ്യാർത്ഥിയുടെ കൂടെ ഉമ്മയും, ഉമ്മയുടെ കൂടെ മറ്റൊരു ഉമ്മാമയും, ആ ഉമ്മാമയുടെ പേരക്കുട്ടിയും എല്ലാവരും കൂടി വന്ന് പറഞ്ഞതും. ആദ്യത്തെ കുട്ടി, ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടിയുടെ കൂടെ വന്ന ഈ സഹപാഠിയായ കുട്ടിയും ഉണ്ടായിരുന്നു. അവളുടെ കൈപിടിച്ച് വലിച്ചപ്പോ അവൾ തെറിപ്പിച്ച് ഓടിയെന്നും ഇവളെ പിടിച്ചു കൊണ്ടുപോയി എന്നുമാണ് ആദ്യത്തിൽ വന്ന് സ്കൂളിൽ മൊഴി തന്നത്. അതനുസരിച്ച് അന്വേഷണം പോകാതെ, അവിടുത്തെ സ്കൂളിലെ കുട്ടികളിലേക്ക് അന്വേഷണം തിരിച്ചുവിടാതെ, അങ്ങനെ വിട്ടാൽ ചിലപ്പോൾ പരാതി പറയുന്നവരുടെ ബന്ധുക്കളിൽപ്പെട്ട കുട്ടികളും കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അനാഥ അഗതികളായി തിരുവനന്തപുരത്ത് നിന്നും മറ്റു പല സ്ഥലത്തും വന്ന് താമസിക്കുന്ന കുട്ടികളുടെ ഒരു നിലക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ആദ്യമായി കുട്ടി തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന കുട്ടി ആ സമയത്ത് കല്ലാച്ചിയിലാണെന്ന് ടവർ പരിശോധിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലത്തെ ന്യൂസിലൊക്കെ ആ കുട്ടികൾ ഇത്രയും ദിവസം ചോദ്യം ചെയ്തിട്ടും ഒരു തെളിവും ആ കുട്ടികളാണെന്നതിന് കിട്ടിയിട്ടില്ല. ആ കുട്ടികൾ ഇപ്പോഴും ഹാപ്പിയിലിരിക്കുകയാണ്. ഒരിക്കലും മുഖഭാവം പോലും പകർച്ചയില്ല. കാരണം ആ കുട്ടികൾ ഇതിൽ നിരപരാധികളാണ്. അതുകൊണ്ട് ആ കുട്ടികളുടെ തലയിലിട്ട് നേരത്തെ പരാതി പറഞ്ഞ, എനിക്ക് എവിടെയോ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു താങ്കൾ പറയുന്നത് കേട്ടിട്ട്. അതായത് ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ LKG വിദ്യാർത്ഥിനിയും അതിന്റെ കുടുംബവും പറയുന്നത് ശരിയല്ല, നുണയാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? ആ കുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നത് അത് വൈദ്യപരിശോധനക്ക് വിധേയമാക്കിയും, അതുപോലെ എവിടുന്നാണ് പീഡിപ്പിക്കപ്പെട്ടതെന്നും ആരാണെന്നും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചും കണ്ടെത്തേണ്ട വിഷയമാണ്. ഞാൻ പരാതിക്കാരനാണ്. എന്റെ പരാതി, എന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു ചെറിയ പിഞ്ചു കുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. പക്ഷേ ഞങ്ങളെ സ്കൂളിൽ പഠിച്ച് ഞങ്ങൾ വളരെ നല്ല നിലക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുട്ടിയെ സാധാരണ പോലെ ബസ് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി ഇറക്കിക്കൊടുത്തതാണ്. ആ സമയത്തോ അതിന്റെ പിറ്റെന്നോ ഒരു 9 ദിവസത്തേക്ക് ഒരു കംപ്ലൈന്റും ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് കുട്ടി വരാതിരുന്നപ്പോ ശ്രീ അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് ശരിയാണ് എങ്കിൽ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും. ആ സമയം നോക്കിയാൽ ഇദ്ദേഹം പറയുന്നത് ശരിയാണോ എന്നറിയാമല്ലോ. അങ്ങനെ ഈ ശ്രീ അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഈ വിഷയം കുട്ടിയുടെ മൊഴിയെടുത്തു, അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നു എന്ന കാര്യമല്ലാതെ ഈ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവിടെ ഒരു ചർച്ച നടന്നിരുന്നില്ല.
അവിടെ നടന്ന ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള സമീപനങ്ങൾ ഉണ്ടാകണമെന്നും അത് കേസ് വഴിമാറിപ്പോകുന്ന സമീപനത്തിൽ നിന്ന് പോലീസ് പിന്തിരിയണം, ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാക്കണം എന്നൊരു സമീപനമാണ് അവിടെ എടുത്തത്. അതിൽ കുട്ടിയുടെ മൊഴി എന്തായിരുന്നു എന്നോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അവിടെ ചർച്ചയ്ക്ക് വരാത്തതുകൊണ്ട് എനിക്കത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീമതി നൂർബീന, ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതിനിധി പറഞ്ഞ വിശദീകരണം താങ്കൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ എങ്കിൽ എനിക്കിതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും വ്യക്തമല്ല എന്നുള്ള സ്ഥിതിയിലാണ് വാദങ്ങൾ പോകുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, പോലീസുമായി അന്വേഷിച്ചപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്, മെഡിക്കൽ ടെസ്റ്റിനായിട്ട് അയച്ചിട്ടുണ്ട്, മെഡിക്കൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പം 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റ് മുമ്പാകെ എടുത്തു. അപ്പം ഒരു കേസ്, ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ആ പിഞ്ചോമന കുട്ടി ഒരു പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരം എഫ്ഐആറിൽ അതിന്റെ സമയം താങ്കൾക്ക് അറിയാമോ? സ്കൂളിൽ നിന്ന് വീട്ടിൽ പോയതിനു ശേഷമാണോ അതോ സ്കൂളിൽ വെച്ചാണോ എന്നുള്ള കാര്യം അറിയാമോ? ഇല്ല, എഫ്ഐആർ കണ്ടിട്ടില്ല. എഫ്ഐആർ ഞങ്ങൾ 10-ാം തീയതിയാണോ 11-ാം തീയതിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഉടനെ തന്നെ വളയം സിഐയുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണെന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായി പറഞ്ഞു. ശ്രീ അബ്ദുറഹ്മാൻ സഖാഫി, ഇപ്പോ ശ്രീമതി നൂർബീന പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഈ കുട്ടി പീഡിപ്പിച്ചിട്ടുണ്ട്, അതിൽ സംശയമില്ല. മെഡിക്കൽ പരിശോധന കഴിഞ്ഞു, അത് അതിൽ ചേർത്തിട്ടുണ്ട്. താങ്കൾ പറയുന്നത് പോലെ എഫ്ഐആറിൽ അല്പസമയത്തിനകം ഞങ്ങളുടെ പ്രതിനിധി അക്കാര്യത്തിൽ വിശദീകരണം തരുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് ഈ സമയം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതുന്നു. താങ്കൾ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതിയെ പിടിക്കണം, താങ്കളുടെ സ്കൂളിലുള്ള കുട്ടികളെ പീഡിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ്. ഞാൻ പറയുന്നത് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് പകരം നിരപരാധികളുടെ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി, ഇന്ന് പഴയ കാലം പോലെയല്ല, കളവ് കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയില്ല, അതിന് മാത്രം ശാസ്ത്രീയ തെളിവുള്ള കാലാണ്. ഇപ്പൊ ടവർ പരിശോധിച്ച് നോക്കിയാൽ അത് വരുന്ന കുട്ടികളൊക്കെ എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്നവരല്ലല്ലോ. അല്ല, ഞാൻ പറയുന്ന ആ സ്കൂളിലെ കുട്ടികൾ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്നോ അവളെ ശല്യം ചെയ്തിട്ടില്ല എന്നോ എനിക്ക് വാദമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അത് ഞാൻ പരിശോധിച്ചിട്ടില്ലല്ലോ, ഞാൻ പറയും. ഞാൻ പറയുന്നത് അതിന്റെ അപ്പുറത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അല്ല, അവർ കല്ലാച്ചി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കല്ലാച്ചി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഈ പറയപ്പെടുന്ന സമയത്ത് കല്ലാച്ചിയിലാണെന്നത് ടവർ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ടെലിഫോൺ എടുത്തിട്ട് പോയി പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചപ്പോൾ ആ കുട്ടി ആ സ്ഥലത്തില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ആ സമയത്ത് അവിടെ ഇല്ല. അവനെയാണ് ആദ്യമായി ഈ കുട്ടി തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ ആ പറയുന്നത് ഒരിക്കലും ശരിയല്ല. ശരിയല്ലാത്ത ഒരു കാര്യത്തിന്, അനീതിക്ക് ഇവിടുത്തെ പോലീസ് കൂട്ടുനിൽക്കുകയാണെങ്കിൽ നീതിയുടെ അങ്ങേതല വരെ ഞങ്ങൾ ആ വിഷയത്തിൽ പോകും. ഈ അഗതി കുട്ടികളെ പേരിൽ പോലീസ് ഇത് അന്വേഷണം വഴിതെറ്റിക്കുന്നത് ശ്രീ അബ്ദുറഹ്മാൻ സഖാഫി? പോലീസ് അന്വേഷണം വഴിതെറ്റിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ അവരെന്താ തീരുമാനം എടുത്തതെന്ന് അറിയാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പറയാ? ഞാൻ അവരല്ലേ ഇന്ന് വരെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് വരെ ഞാൻ ഈ വിഷയത്തിൽ ഫോൺ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഞാനാണ് പരാതി കൊടുത്തത്. സമഗ്രമായ അന്വേഷണം നടത്തി ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തി നിയമത്തിനുള്ളിൽ കൊണ്ടുവരണമെന്ന് ഞാനാണ് പരാതി കൊടുത്തത്. ഇത് നടന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ആരാണ് എന്നുള്ള കാര്യത്തിൽ പലവിധ വാദങ്ങളാണ് വരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കുട്ടി പറഞ്ഞത് വിശ്വസിക്കേണ്ടതില്ല എന്നുള്ള വാദം വരെ വരുന്നു. ഇത് എവിടേക്ക് പോകും ഈ അന്വേഷണം? ആരാണ്? അല്ല, ഏതായാലും ഇന്ന് കോടതിയിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി എന്താണെന്ന് നമുക്ക് അറിയില്ല. യഥാർത്ഥത്തിൽ ഒരു പിഞ്ചുകുട്ടി ഒരു കളവ് പറയുമെന്ന് നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല. ഇരയുടെ മൊഴിയാണ് നമ്മൾ ഇതിൽ സ്വീകരിക്കേണ്ടത്. തീർച്ചയായും ഇതിന്റെ അടിസ്ഥാനത്തിൽ 164 അടിസ്ഥാനത്തിൽ പയ്യോളിയിൽ ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാണ് നിങ്ങളിപ്പം ഇവിടെ അറിയിച്ചിട്ടുള്ളത്. മൊഴിയെടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം. ഏത് കോടതിയിലാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. തീർച്ചയായും അതിന്റെ വഴിക്ക് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ എഫ്ഐആർ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുക്കളിലേക്ക് അവിടെ ചർച്ചയ്ക്ക് ഞങ്ങൾ പോയിരുന്നില്ല. കാരണം അത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ആ ചർച്ചയിലേക്ക് അവിടെ ആ സമയത്ത് പോകുന്നത് ശരിയല്ല എന്ന നിലയ്ക്ക്
ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളും ചേർന്ന് ഇത്തരമൊരു നിലപാടുകൾ സ്വീകരിക്കണം, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജനങ്ങൾ പിന്തിരിയൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമീപനം കൈക്കൊണ്ടിട്ടുള്ളത്. അതാണ് ഇന്നവിടെ നടന്ന സംഭവം. തീർച്ചയായും നമ്മുടെ നാടിന് അപമാനമാണ്. ഇടപെടുകയാണ്. ഏതായാലും ഇത്തരം കേസുകളിൽ, പ്രത്യേകിച്ച് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന കേസുകളിൽ കുട്ടികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തരുത് എന്ന പ്രാഥമിക തത്വം പലപ്പോഴും പോലീസ് മറക്കുന്നു എന്നത് ഈ കേസിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി വ്യക്തമായി. അതുപോലെ തന്നെ ഇരകളാക്കപ്പെടുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവർ നൽകുന്ന മൊഴി പ്രഥമ ദൃഷ്ട്യാ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം അന്വേഷണം നടത്താൻ. അതിനെ ചോദ്യം ചെയ്യരുത് എന്ന പ്രാഥമിക തത്വം പോലും പല ആൾക്കാരും ഈ അന്വേഷണത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മറന്നുപോകുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ആണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാവരെയും ബോധവൽക്കരിക്കേണ്ടത് എന്ന് ആണ് ഈ ചർച്ചയിൽ നിന്നും മനസ്സിലാകുന്നത്. ന്യൂസ് അവറിൽ ചെറിയൊരു